അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലെ തേർഡ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ഹിയർസ് ഫ്രം US ആൻഡ് ദ റിയൽ നെയിം ഇസ് ഹരിദാസ്. പുള്ളിയുടെ യൂസർ നെയിമിൽ സംഗീതമുണ്ട്, ഹരിഗീതം. ഇതാ നിങ്ങളുടെ മുന്നിൽ ഹരിദാസ്. നമസ്കാരം, എൻ്റെ പേര് ഹരിദാസ് മംഗലപ്പിള്ളി. കഴിഞ്ഞ ഏതാണ്ട് 8 വർഷമായി ഇവിടെ അമേരിക്കയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. എൻ്റെ സംഗീത പശ്ചാത്തലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കർണാടക സംഗീതമോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമോ പഠിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് റേഡിയോയിൽ നിന്ന് ധാരാളം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. അവയിൽ കുറേ ഗാനങ്ങളൊക്കെ ഇന്നും ഓർമ്മയിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന ഗാനങ്ങൾ, പ്രത്യേകിച്ചും പഴയ ഗാനങ്ങൾ, കൂടാതെ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന അവയുടെ കരോക്കെ, ഇതൊക്കെ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് പാടാറുണ്ട്. അതിനപ്പുറം എനിക്ക് പാട്ടുമായിട്ട് കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെങ്കിലും പാട്ട് പാടാൻ വളരെയധികം താല്പര്യമുണ്ട്, പാട്ട് കേൾക്കാനും താല്പര്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ മെല്ലുവിഷന്റെ ഈ സംഗീത മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന യോഗ്യത. സോ ഹരിദാസ് പാടുന്ന സോങ് ഒരു ഓൾഡ് മെലഡി സോങ് ആണല്ലേ? നീരാടുവാൻ നിലയിൽ നീരാടുവാൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് ഹിയർ ദി സോങ്.
നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. Wow, that song was somehow nostalgic for me. It was really wonderful. Thanks, Haridas. So, Togel, how was the song? What do you have to say about that? ഗീതം കൊള്ളാലോ. ഷാരോൺ ചേച്ചി പറഞ്ഞ പോലെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ പഴയ ഒരു 80കൾ തുടക്കം, ആ സമയം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹരിഗീതം ആദ്യത്തെ തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആലാപമുണ്ട്, ഒരു 40 സെക്കൻഡോളം ഉണ്ട്. ഓക്കെ, അത് പോട്ടെ, അത് വിട്ടു. പിന്നെ അതിനകത്ത് കാരണം പ്ലാൻസ്, അതായത് ഗമകങ്ങളൊന്നും ശരിയാവുന്നില്ല. പ്രത്യേകിച്ച് ഓരോ വരികളുടെയും എൻഡ് വരുമ്പോൾ അവിടെയൊക്കെ ഒന്ന് വേറൊരു രീതിയിലേക്ക് പാടാൻ ശ്രമിക്കുന്നു, മറ്റൊന്ന് കൺട്രോൾ പോകുന്നു. പിന്നെ അപ്പോൾ എന്താണ്, നീരാടുവാൻ നിലയിൽ നീരാടുവാൻ, എൻഡിങ് ഒക്കെ ഒരു എന്തോ ഒരു ഓക്വേർഡ്നെസ്. കാരണം ഒറിജിനലില്ല. നമ്മൾ ഈ പാട്ടും എല്ലാ മലയാൾക്കും പാടുന്നവർക്കും പാടാത്തവർക്കും ഒരുപോലെ അറിയുന്ന പാട്ടാണത്. അപ്പോൾ തെറ്റ് പാടിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ തെറ്റ് പാടിക്കഴിയുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. അതുകൊണ്ടാണ് അതെനിക്കെല്ലാം മിക്കവാറും എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എല്ലാ വരികളുടെയും അവസാനം എൻഡ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അതൊന്ന് പഠിക്കാതെ പാടുന്നതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ്. കാരണം പാട്ടറിയാം, ഓക്കെ, പാട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നതുകൊണ്ട് അതാവുന്നില്ല. ഒരു പാട്ട് നമ്മളൊരു സ്ഥലത്ത് പെർഫോം ചെയ്യുമ്പോൾ അത് പാടണം, നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ വേരിയേഷൻസ് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് പാടുന്നത്, പിന്നെ എനിക്ക് പാടാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ആലോ പാടാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം പാടാതിരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുക, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പാട്ടെടുത്ത് തെറ്റിക്കുന്നതിനേക്കാളും നല്ല സിമ്പിളായിട്ടുള്ള പാട്ടെടുത്ത് പാടി ഫലിപ്പിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ ആശയം. ഓക്കെ, പിന്നെ സൗണ്ട് നല്ല സൗണ്ടാണ്, അതിന് നമുക്കൊന്നും കുറ്റം പറയാൻ ആർക്കൊന്നും പറ്റില്ല. നല്ല സൗണ്ടാണ്, നല്ല ഫീല് കൊണ്ടുവരാൻ പറ്റിയ സൗണ്ടാണ്. ഹരിഗീതം നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ഫീലിങ്സ് കൊണ്ടുവരാനായിട്ട്, നന്നായിട്ട് റെൻഡർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, പക്ഷെ പ്രശ്നം ഇതാണ്, ഒറിജിനൽ കേട്ട് പഠിച്ച ഒരു പ്രതീതി എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പൂന്തിങ്കളെ, അതുപോലെ തന്നെ എന്താണ് ടെമ്പോ പോകുന്ന സ്ഥലം, പ്രത്യേകിച്ച് സ്ഥലം കൊണ്ട് ചാടി പോകുന്നുണ്ടെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് പൂമ്പുടവ